ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 7 വയസ്സുകാരനാണ് മരിച്ചത്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഈ മാസം 12-നാണ് ഈ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനിയും വയറിളക്കത്തെയും തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് നേരത്തെ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു മരണം കൂടി ഉണ്ടായിരുന്നു. ഇതും മറ്റൊരു മലപ്പുറം സ്വദേശിയുടെ കൂടി മരണമാണ് സ്ഥിരീകരിക്കുന്നത്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഷിഗല്ല ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് വയനാടാണ്. പിന്നീട് കൊല്ലവും തിരുവനന്തപുരവും ഒടുവിൽ മലപ്പുറവും അടക്കമുള്ള മറ്റു ജില്ലകളിലൊക്കെ രോഗബാധ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷിഗല്ല രോഗം സാധാരണ രീതിയിൽ മരണനിരക്ക് വളരെ കുറഞ്ഞ അസുഖമാണ്. മലിനമായ ജലത്തിൽ നിന്നാണ് സാധാരണ ഇത് പടരുന്നത്. എന്തായാലും ഇതിപ്പോൾ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. ഒരുപക്ഷെ മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാവാം രോഗം ഇത്രയും മൂർച്ഛിച്ച് മരണത്തിലേക്ക് അത് പോയത് എന്ന് മനസ്സിലാക്കാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 7 വയസ്സുകാരനാണ് മരിച്ചത്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ്. ഈ മാസം 12-നാണ് അദ്ദേഹത്തെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പനിയും വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളെ തുടർന്നാണ് പ്രവേശിപ്പിച്ചത്. വലിയ ജാഗ്രത പാലിക്കേണ്ടതാണ്. നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യം വിശദമായി പ്രേക്ഷകരോട് പറയുകയും ചെയ്തിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഷിഗല്ല മരണം രണ്ടാമത്തേതാണ്. രണ്ടും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളതാണെന്നാണ് വിവരം. ഈ രോഗിയുടെ അവസ്ഥ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ ആശുപത്രി വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? സജിത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഇത് 3ാമത്തെ ഷിഗല്ല മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശിനിയായ 4 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറം പൂക്കോട്ടൂരിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ കുട്ടിയെ കഴിഞ്ഞ 12-നാണ് വയറിളക്കവും ഛർദി പോലുള്ള ലക്ഷണങ്ങളുമായി കോഴിക്കോട് മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ ചികിത്സ തുടരുകയുമായിരുന്നു. ഇതിനിടയിൽ മരണം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ഏറ്റവും അപകടകരമായ കാര്യം 12-നാണ് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നതെങ്കിൽ 15-ന് മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് അത്രമേൽ മാരകമായി ആ കുട്ടിയുടെ അസുഖം മാറിയിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു രൂക്ഷ വ്യക്തമാക്കുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചതനുസരിച്ച് 4 കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷിഗല്ല രോഗബാധയെ തുടർന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിൽ ഒരു കുട്ടിയാണ് ഈ മലപ്പുറം സ്വദേശിയായ കുട്ടി ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റ് പകർച്ചവ്യാധികൾക്കൊക്കെ ഉപരി ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെയാണ് ഈ രോഗത്തിന്റെ അണുക്കൾ പകരുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ശുചിത്വം പാലിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വഴിയോര തട്ടുകടകളും ഈ താൽക്കാലികമായ ഉള്ള ഈ ജ്യൂസ് അങ്ങനെയുള്ള പല ഇടങ്ങളിൽ നിന്നും ഈ രോഗം പകരാനൊക്കെ സാധ്യതയുണ്ട്. സ്കൂളുകളിലും മറ്റുമൊക്കെ ഈ രോഗം സ്കൂളുകളിൽ നിന്ന് പോലും പടർന്ന് പിടിച്ചത് നമ്മൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ രോഗം വരുമ്പോൾ വളരെയേറെ ജാഗ്രത അനിവാര്യമായി മാറുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഷിഗല്ല ബാധ വീണ്ടും പടരുന്നു. മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 3ാമത്തെ മരണമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നാണ് സാഹചര്യം. 7 വയസ്സുകാരനാണ്, മലപ്പുറം സ്വദേശിയാണ് മരിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.